ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് +2 മാത്സ് പഠിച്ചിട്ടുണ്ടാവണം? വേണ്ട ആവശ്യമില്ല, നോട്ട് നെസസറി. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 സബ്ജക്റ്റുകളിൽ നിന്നും എനി 3 സബ്ജക്ട്സ് നമ്മൾ +2 കൂടെ പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ. പക്ഷേ നമ്മൾ എക്സാമിന്റെ സമയത്ത് 4 സബ്ജക്റ്റിൽ നിന്നും ഈക്വലി 15 ക്വസ്റ്റ്യൻസ് വെച്ച് ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ എഴുതുന്ന ഇവാലുവേഷൻ വരുന്നത് 4 സബ്ജക്റ്റിൽ നിന്നും ഒരുപോലെ തന്നെയാണ്. സോ മാത്സ് കമ്പൽസറി ആണോ എന്ന് ചോദിച്ചാൽ കമ്പൽസറി അല്ല ഫോർ BSMS കോഴ്സ് ഇൻ ഐസേഴ്സ്. പക്ഷേ ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില BS കോഴ്സുകൾക്ക്, ഫോർ എക്സാമ്പിൾ ഡാറ്റ സയൻസ്, BSMS ഡാറ്റ സയൻസ് ഇൻ ഐസർ കൊൽക്കത്ത, അതുപോലെയൊക്കെയുള്ള കോഴ്സുകളിൽ നിർബന്ധമായിട്ടും മാത്സ് പഠിച്ചിരിക്കണം എന്നുള്ളൊരു കണ്ടീഷനും വരുന്നുണ്ട്. അപ്പൊ ജനറലി BSMSന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്സ് കമ്പൽസറി അല്ല, 4 സബ്ജക്റ്റിൽ ഏതെങ്കിലും 3 സബ്ജക്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ്. പക്ഷെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ 240 മാർക്കിൽ ഒരു 120-130 മാർക്കൊക്കെയാണ് ഐസർ കിട്ടാൻ ഇതുവരെയുള്ള ഒരു മാർക്ക്, ഒരു സേഫ് സ്കോർ എന്ന് പറയുന്നത്. ആ സേഫ് സ്കോർ എത്താൻ വേണ്ടിയിട്ട് 4 സബ്ജക്ട്സും ഒരുപോലെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ക്രിസ്പറിൽ ഓൾവേസ് റെക്കമെൻഡ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള സ്ട്രാറ്റജികൾ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഈസ് ഇൻ ദ ബയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.